അപ്പം ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കാം. ഒരു ഗ്രേവി മോഡലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ഇങ്ങനെ ചാറുകറിയല്ല, ഒരു മസാല പോലെ ഇങ്ങനെ ഇരിക്കില്ല, ചിക്കൻ റോസ്റ്റ് ഒക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് 2 എണ്ണം, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. അത് ചെറിയ പീസാക്കിയിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സവോളയും പച്ചമുളകും എടുക്കുക. പിന്നെ ഒരു തക്കാളി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാല എന്നിവ വേണ്ട കേട്ടോ. അപ്പം ഇതിങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പം ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് വാർത്തെടുക്കാം കേട്ടോ. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് തിളയ്ക്കുമ്പോൾ അത് ശരിയായിക്കോളും. നമ്മുടെ വെള്ളം തിളച്ചൊടുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ടൊരു 2-3 തള അത്ര വേണ്ടോ, ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതി. തിളക്കണ വരെ നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് 1 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി 1 മിനിറ്റും കൂടി ഒന്ന് വയ്ക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവണം. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിരിക്കുന്നത്. അതിൻ്റെ ഉരുളക്കിഴങ്ങിലേക്ക് ആ ഉപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊണ്ടുപോയിട്ട് ഇനി വാർത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വഴട്ടാളത് നോക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്തു. ചൂടാവട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കേണ്ട പച്ചമുളക് ഇതെങ്ങനെ ഇരിക്കണമെന്ന്. ഉണങ്ങിപ്പോയി പച്ചമുളക് ഇരുന്നിട്ട്, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ചീയല്ല ചെയ്ത്, ഉണങ്ങുക ചെയ്ത്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. മൊരിയൊന്നും വേണ്ട, വഴന്നാൽ മതി. ഇതേ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ നമ്മുടെ മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴട്ടാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങിൽ ഓൾറെഡി ഉപ്പിട്ട കാരണം നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ, പച്ചമണം മാറട്ടെ കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്താൽ മതി, കൂടുതലാവണ്ട. പുളിരസം വരും. നന്നായിട്ടൊന്ന് തക്കാളി യോജിക്കട്ടെ കേട്ടോ ഈ സവോളയായിട്ട്. ഏകദേശം തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ട് വെള്ളം ഊറ്റി വെച്ച് നമ്മുടെ പൊട്ടറ്റോസിനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിടണ്ട കേട്ടോ, നമുക്ക് നോക്കിയിട്ട് മതി ഉപ്പിടൽ. നന്നായി മിക്സാക്കിയിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കൊന്ന് യോജിക്കണത്, ആ മുളകൊക്കെ ഇല്ലേ, തക്കാളിയുടെ രസമൊക്കെ ഒന്ന് പിടിക്കട്ടെ ഉരുളക്കിഴങ്ങിലേക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, മൂടി വയ്ക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി ഇവിടെ ഇരിക്കട്ടെ, സിമ്മിൽ വെക്കണേ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും, കരിഞ്ഞു പോവും. നമുക്കിത് ഇനി 5 മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് മൂടി തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചിക്കൻ മസാലയുടെയൊക്കെ അല്ലേ. നന്നായിട്ടൊന്നും കൂടി ആവാണ്ടേ. ആവട്ടെ കേട്ടോ. മൂടി വയ്ക്കുക. ഇനി കുറച്ച് നേരം ഇനി ഇങ്ങനെ വെക്കണം. അതെ, നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ട കുഴഞ്ഞിരിക്കണേ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പൊറോട്ട എല്ലാറ്റിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാലയുടെയൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറായിട്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാല